മാരകമായ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ടില്ലേ? അല്ലെ, ആഹാരം കഴിക്കുന്നത് പോലെ മരുന്ന് ദിനേന കഴിക്കുന്ന എത്രയോ ആളുകൾ. അവരൊക്കെ ആഗ്രഹിക്കുന്നതാണ് ഈ മരുന്നിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയിരുന്നെങ്കിൽ, എനിക്ക് മുമ്പത്തെ പോലെ ആരോഗ്യം തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ, എന്റെ രോഗം മാറാനുള്ള എന്തെങ്കിലും ഒരു പ്രതിവിധി കിട്ടിയിരുന്നെങ്കിൽ. ഇങ്ങനെ തുടങ്ങി മാറാ രോഗങ്ങളുമായി ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന ആളുകൾ, മരുന്നിനടിമപ്പെട്ട് കഴിയുന്ന ആളുകൾ, സ്ഥിരമായി ഹോസ്പിറ്റലും വീടുമായി മാറിയും തിരിഞ്ഞും നടക്കുന്ന ആളുകൾ. ഇത്തരത്തിലുള്ള ആളുകൾക്ക് നമുക്കും എല്ലാം രക്ഷ കിട്ടുന്ന, എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള ശമനമായിട്ട് സർവ്വരോഗങ്ങളും ശിഫയാകാൻ പറ്റിയ ചില ഉപാധികൾ, മാർഗങ്ങൾ വളരെ ലളിതമായിട്ട് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം. എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബാദികൾക്ക് ബാധിച്ച രോഗം എത്രയും പെട്ടെന്ന് ഷിഫ ആക്കിയെടുക്കാൻ, എത്രയും പെട്ടെന്ന് ശമനം ലഭിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ട ആ ചെറിയ മാർഗം എന്ന് ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു സർവ്വ രോഗങ്ങളിൽ നിന്നും നമ്മൾക്ക് ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സകല ഇടങ്ങേറുകൾ, ബുദ്ധിമുട്ടുകൾ, ബലാഅകൾ, സകല ആപത്തുകളിൽ നിന്നൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്ത് സന്തോഷമുള്ള, സമാധാനമുള്ള ജീവിതം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും അല്ലാഹു ആയുരാരോഗ്യ സൗഖ്യം നിലനിർത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആയിരക്കുന്നു. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ 2 അനുഗ്രഹങ്ങളെ മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയത് നമ്മളുടെ ആരോഗ്യവും നമ്മളുടെ സമയവുമാണ്, അല്ലേ? ആരോഗ്യത്തെയാണ് അസ്ഹത്തു. നബി തങ്ങൾ ആദ്യമായി പറഞ്ഞത് നിഅമത്താനി, 2 അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് അതിൽ ഒന്നാമതായി പറഞ്ഞത് അസ്ഹത്തു, ആരോഗ്യമാണ്. ആരോഗ്യമുള്ള ശരീരം ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്പത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആരോഗ്യം നിലനിർത്തി തരുമാറാകട്ടെ. രോഗികളായ ആളുകൾ എത്രയോ ദുആ ഇറക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും സ്വസ്ഥതയും സമാധാനവും ഷിഫാവും ആജിലായ കാമിലായ ശമനവും നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മുടെ രോഗങ്ങളൊക്കെ മാറിക്കിട്ടാനുള്ള ഒരു എളുപ്പമാകും ലിഷിഫാഇ മിൻ കുല്ലി ദാ, എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള ശമനം ആയിട്ടാണ് മഹാന്മാരോട് ഇത് പഠിപ്പിച്ചു തരുന്നത്. കുറച്ച് മാർഗങ്ങൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. എല്ലാ രോഗങ്ങളിൽ നിന്നും ഷിഫ ആകാൻ, അത് ക്യാൻസർ അടക്കമുള്ള, ട്യൂമർ അടക്കമുള്ള നമ്മൾ ദിനേന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിത്യ രോഗങ്ങളുണ്ടല്ലോ പലതും, ആ രോഗങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ നല്ലൊരു മാർഗമാണ് മഹാന്മാർ പറഞ്ഞു തരുന്നത്. നമുക്ക് എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റിയത്. അതിൽ ഒന്നാമതായി പഠിപ്പിച്ചിരുന്ന മാർഗം ഇഖ്റ സൂറത്തുൽ ഹംദി, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യണം. സൂറത്തുൽ ഫാത്തിഹ അത് എത്ര തവണ? 40 മറ, 40 തവണ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യണം. അല ഖദഹി മാ, ഒരു പാത്രം വെള്ളത്തിൽ, നമ്മളൊരു പാത്രം വെള്ളമെടുത്ത് അതിലേക്ക് 40 തവണ സൂറത്തുൽ ഫാത്തിഹ മന്ത്രിച്ച് ഇഷ്ഫി എന്ന് എന്ത് ചെയ്യുക, നമ്മൾ ഓതിയിട്ട് വറശഹു അൽ മരീദി, സ്വന്തമായിട്ടാണ് ഓതിയത് എങ്കിൽ ഓക്കെ, ഞാനാണ് രോഗി, എനിക്ക് വേണ്ടിയിട്ടാണ് ഓതിയത്, ഓക്കെ, അതിൽ നിന്നൊരല്പം വെള്ളമെടുത്ത് എൻ്റെ ശരീരത്തിൽ മുഴുവൻ കുടയുക. ഇനി മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് ഓതിയത്, നമ്മുടെ സുഖമില്ലാതെ കിടക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയോ, മക്കൾക്ക് വേണ്ടിയോ, കുടുംബാദികൾക്ക് വേണ്ടിയോ, കൂട്ടുകാർക്ക് വേണ്ടിയോ, എന്നാൽ അവരുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യുക, ഒരല്പം വെള്ളമെടുത്ത് കുടഞ്ഞാൽ മതി. വെള്ളം കോരി ഒഴിക്കണമെന്നല്ല, മറിച്ച് എന്ത് ചെയ്യണം, അത് വെച്ച് കുളിപ്പിക്കണമെന്നല്ല, മറിച്ച് അതിൽ നിന്നൊരല്പം വെള്ളം ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഒന്ന് കുടയുക, ഒന്ന് സ്പ്രേ ചെയ്യുക അവരുടെ മുകളിലേക്ക്. എന്നാൽ ഫയുആഫിഹില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക്, ആ മനുഷ്യന്, ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ചെയ്തത്, ആ വ്യക്തിക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കുന്നതാണ്, ആരോഗ്യം കൊടുക്കുന്നതാണ്, അല്ലാഹു അദ്ദേഹത്തിന് ഷിഫാ കൊടുക്കുന്നതാണ്. ഓക്കെ, ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗമായതുകൊണ്ട് ആദ്യം പറഞ്ഞത്. ഫാത്തിഹ ഓതാൻ അറിയില്ലേ, ഒരു 40 തവണ ഒരു പാത്രം വെള്ളത്തിലേക്കൊന്ന് ഓതിയിട്ട് രോഗികൾക്ക് മന്ത്രിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ, അള്ളാഹു ഷിഫാ നൽകട്ടെ. രണ്ടാമത്തെ ഒരു മാർഗം കാണാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ് മഹത്തുക്കളായ സ്വഹാബത്ത് ഇത് പിൻഗാമികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്, അല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് തന്നെയാണ് ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതും. മൻ ഖറഅ മിഅത ആയത്തിൻ മിൻ അയ്യി ആയിൻ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു 100 ആയത്ത്, ഒരു 100 ആയത്ത് തികച്ചാൽ മതി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിൽ 4 ആയത്തുകളുണ്ട്, അല്ലേ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖിൽ 5 ആയത്തുകളുണ്ട്, നാസിൽ 6 ആയത്തുകളുണ്ട്. തുടങ്ങിയിട്ട് നമുക്കറിയുന്ന 100 ആയത്തുകൾ ഈ ചെറിയ സൂറത്തുകൾ തന്നെ ഓതിയാൽ മതി. ഫാത്തിഹ 7 ആയത്തില്ലേ, അല്ലേ? ആയത്തുൽ കുർസി 1 ആയത്തല്ലേ? ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്കറിയുന്ന ആയത്തുകളെല്ലാം കൂടെ ചേർത്തിട്ട് ഏതെങ്കിലും ആയത്ത്, നമ്മൾ ഉദ്ദേശിച്ച ഏതായത്തായിക്കൊള്ളട്ടെ. ഇനി അതില്ല, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് മാത്രമേ അറിയുള്ളൂ, ആ 4 ആയത്ത് വെച്ച് തന്നെ എന്ത് ചെയ്യുക, 100 എണ്ണം എത്തുന്നത് വരെ എന്ത് ചെയ്യുക, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരു 100 ആയത്തുകൾ പാരായണം ചെയ്ത ശേഷം, അതിനുശേഷം പിന്നെ പറയണം എന്ത്, സുമ്മ ഖാല സബഅ മറാത്തിൻ, ഞാൻ യാ അല്ലാഹു, റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ഇരുന്നേക്കുക. മനസ്സിലായോ? ഏതെങ്കിലും ഒരു 100 ആയത്ത് ഓതി ഈ ഒരു ദുആ അതിന് ശേഷം പറഞ്ഞ് റബ്ബിനോട് ദുആ ഇറക്കുക, അല്ലാഹുവേ ഇന്ന രോഗം നീ ഷിഫാ നൽകണേ അല്ലാ. ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങളാണെങ്കിലും ശരി, അത് മാറിക്കിട്ടുന്നതാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിരുന്നുണ്ട്.
അപ്പം അത്രയും പവറുള്ള, അത്രയും സ്ട്രോങ് ആയ ഒരു ദുആ ആണ്, ഒരു മാർഗമാണത്. ഒന്നാമത്തെ മാർഗം മനസ്സിലായി, രണ്ടാമത്തെ മനസ്സിലായി. മൂന്നാമത്തെ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ ശരീരം നശിച്ചു പോകും എന്ന് പേടിക്കുന്ന ഒരു രോഗം, അതായത് ചിലപ്പോൾ ഈ ക്യാൻസർ പോലത്തെ രോഗങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, നമ്മുടെ ശരീരം നമ്മൾ മരിച്ചു പോകുമെന്ന് പേടിക്കുന്ന ചില രോഗങ്ങൾ ഇല്ലേ. ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തെ ഇല്ലാതെയാക്കുമെന്ന് നമ്മൾ പേടിക്കുന്ന ചില രോഗങ്ങൾ, ആ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗം മഹാന്മാർ പറഞ്ഞു തരുന്നത് ഫഖ്റ സൂറത്തുൽ അൻആം, സൂറത്തുൽ അൻആം പാരായണം ചെയ്യണം. എന്നിട്ട് ഈ ഒരു രോഗം മുൻനിർത്തിയിട്ട് പറഞ്ഞുകൊണ്ട് ദുആ രഖൻ. സൂറത്തുൽ അൻആം ഓതാൻ അറിയുന്ന ആളുകൾക്ക് സൂറത്തുൽ അൻആം പാരായണം ചെയ്തിട്ട് അല്ലാഹുവേ എൻ്റെ ഇന്ന രോഗം നീ ഷിഫാ നൽകണേ അല്ലാ എന്ന് ആത്മാർത്ഥമായി ദുആ എന്ന് കഴിഞ്ഞാൽ ആ രോഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിഫാ നൽകുന്നതാണ്. മൂന്നാമത്തെ മാർഗം അതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ള ചില മാർഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി ഏതൊരാൾക്കും ഓതി മന്ത്രിക്കാൻ പറ്റിയ, രോഗശമനത്തിന് വേണ്ടി ഓതി മന്ത്രിക്കാൻ വേണ്ടി നബിതങ്ങളും അതുപോലെ സ്വഹാബത്തും മഹാന്മാരും ഒക്കെ എണ്ണി പഠിപ്പിച്ച ചില ആയത്തുകളും സൂറത്തുകളും ഉണ്ട്. അതിലൊന്നാമത്തത് സൂറത്തുൽ ഹംദ്. സൂറത്തുൽ ഹംദ് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ, 2 ആയത്തുൽ കുർസിയാണ് മൂന്നാമത്തത് ഷഹിദല്ലാഹു അന്നഹു എന്ന് തുടങ്ങുന്ന ആലി ഇംറാനിലെ ആയത്ത്. 4-മത്തത് ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന ആയത്ത്. 5-മത്തത് സൂറത്തു തൗഹീദ്, അതായത് ഇഖ്ലാസ് സൂറത്ത്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്. അതുപോലെ സൂറത്തുൽ ഖദ്ർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്ത്. അതുപോലെ ആയാത്തു അവലിൽ ഹദീദ് സൂറത്തിന്റെ ആദ്യത്തെ 3 ആയത്തുകൾ. അതിനുശേഷം ആയാത്തു ആഖിരിൽ ഹശ്രി, സൂറത്തുൽ ഹശ്റിന്റെ അവസാനത്തെ ലൗ അൻസൽനാ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ തുടങ്ങി ഇത്തരത്തിലുള്ള കുറേ ആയത്തുകളും സൂറത്തുകളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും പ്രത്യേകം പഠിപ്പിച്ചു തരുന്നുണ്ട്. അവർ ഷിഫായിന് വേണ്ടി മന്ത്രിച്ചിരുന്ന ആയത്തുകളായിട്ട്, സൂറത്തുകളായിട്ടൊക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് രോഗശമനത്തിന് വേണ്ടി മന്ത്രിക്കാൻ പറ്റിയ ആയത്തുകളും അതുപോലെ തന്നെ സുഹൃത്തുക്കളുമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ ഒരുപാട് രോഗങ്ങളുണ്ട് ഇല്ലേ. രോഗങ്ങളില്ലാത്തവർ കുറവെന്നല്ല, ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ രോഗങ്ങളുണ്ട് അല്ലെ. വലിയ മാരക രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അല്ല ചെറിയ രോഗങ്ങളുള്ളവരുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കിട്ടാൻ ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ മാർഗങ്ങൾ, ഞാൻ ആദ്യം പറഞ്ഞ ആ 3 മാർഗങ്ങൾ, അത് വളരെ വ്യക്തമായി നമ്മൾ ജീവിതത്തിൽ ചെയ്യാൻ പഠിച്ചു വെക്കുക. മറ്റുള്ളവർക്ക് ചെയ്യാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ എളുപ്പമാവുമല്ലോ. അതുപോലെ നമ്മളും എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് രോഗശമനത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള മാർഗങ്ങൾ, ഇത്തരത്തിലുള്ള ആയത്തുകളും സൂറത്തുകളൊക്കെ ഓതിയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് മന്ത്രിച്ചു കൊടുക്കുക. അല്ലാഹു സകല മാരക രോഗങ്ങളിൽ നിന്നും നമുക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. വീഡിയോ മുഴുവൻ കണ്ടവർ കമൻ്റായി അറിയിക്കുക. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.